ഹരേ കൃഷ്ണ. വളരെ മഹത്വപൂർണമായ ഒരു വീഡിയോ ആണ് ഇത്. ചിങ്ങം രാശിക്കാർക്ക് 2025 മുതൽ 2030 വരെയുള്ള നിങ്ങളുടെ 5 വർഷത്തെ നവഗ്രഹങ്ങളുടെ ഗോചരങ്ങളും അവ തരുന്ന ഫലങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ചിങ്ങം രാശിയുടെ സ്വാമി സൂര്യൻ. രാശിചക്രത്തിലെ 5ാമത്തെ രാശിയാണ് ചിങ്ങരാശി. ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം. വളരെയേറെ റിസർച്ചിന് ശേഷം കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ് ഇത്. എല്ലാവരും നോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബുക്കും പേനയും റെഡിയാക്കി വെക്കുക. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ ഉണ്ട്, ദയവായി കാണുക. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. വ്യാഴത്തിൻ്റെ കാര്യം പറയാം. വ്യാഴം മെയ് 2025 മുതൽ മെയ് 2026 വരെ നിങ്ങളുടെ 11ാം ഹൗസിൽ ആയിരിക്കും. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5, 7, 3 ഭാവങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ഗോചരം ചെയ്യുന്ന സമയം. ശനി 2.5 വർഷം കൊണ്ടും കേതു 1.5 വർഷം കൊണ്ടും, രാഹു കേതു 1.5 വർഷം, വ്യാഴം 1 വർഷം, ചന്ദ്രൻ 2.5 ദിവസം, സൂര്യൻ 22 മുതൽ 25 ദിവസം, ശുക്രനാകട്ടെ 23 മുതൽ 27 ദിവസം കൊണ്ടാണ് ഒരു ഹൗസ് കംപ്ലീറ്റ് ചെയ്യുക. വ്യാഴത്തിൻ്റെ 5ാം ഭാവത്തെ ദൃഷ്ടി. 5ാം ഭാവം എന്ന് പറയുന്നത് സന്താനത്തിൻ്റെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വളരെ നല്ലതായ ഒരു സമയമാണ്. നിങ്ങളുടെ സന്താനങ്ങൾക്ക് നല്ല കാലം, അവർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനുള്ള സമയമാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് സന്താന സൗഭാഗ്യത്തിനും ഉള്ള കാലമായിരിക്കും ഈ സമയം. ഈ 1 വർഷം ചെറിയ ഉല്ലാസയാത്രകൾ ചെയ്യുന്നതിനുള്ള സൗഭാഗ്യവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 7ാമത്തെ ഹൗസിൽ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചൊരു പരിവർത്തനം, എല്ലാത്തിനും പുതിയ പുതിയ ഒരു ഐഡിയാസ് ഒക്കെ വന്ന് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒന്നും കൂടെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സമയം. മെയ് 2026 മുതൽ മെയ് 2027 വരെ വ്യാഴം 12ാം ഹൗസിൽ. 12ാം ഹൗസ് എന്ന് പറയുന്നത് വിദേശയാത്രയുടെ, മോക്ഷത്തിൻ്റെ, ചിലവുകളുടെ ഒക്കെയാണ് 12ാം ഹൗസ്. ഈ സമയം നിങ്ങൾക്ക് വിദേശ യാത്ര ചെയ്യുന്നതിനും അതുപോലെ തന്നെ തീർത്ഥാടന യാത്രയ്ക്കും ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ ചെലവുകൾ കൂടുന്നതിനും ഉള്ള ഒരു സമയമായിരിക്കും. തീർത്ഥാടനം ചെയ്ത് അങ്ങനെ നിങ്ങൾ അടിച്ചു പൊളിക്കുന്ന ഒരു സമയം. ഈ സമയം നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ നിങ്ങളിൽ ഉണ്ടാകുന്നതിനുള്ള ഒരു സമയമാണ്. അത് നിങ്ങൾ പുതിയ എന്തെങ്കിലും കോഴ്സ് ചെയ്യുകയോ അതോ എന്തിലൂടെ ആണെങ്കിലും അറിവിനുള്ള ഒരു സമയമാണ്. ഈ സമയം നിങ്ങൾ ആഹാരത്തിൽ കുറച്ച് കൺട്രോൾ ചെയ്യുക. എന്തെന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 6, 8 വരുന്നത് കൊണ്ടാണ്. പിന്നെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മെയ് 2027 മുതൽ 2028 വരെ വ്യാഴം നിങ്ങളുടെ സ്വന്തം ഹൗസിൽ, നിങ്ങളുടെ ലഗ്നത്തിൽ വരുന്നതായിരിക്കും, 1ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങൾക്ക് വളരെയേറെ അനുകൂലമായ ഒരു സമയം. എല്ലായിടത്തു നിന്നും നിങ്ങൾക്ക് നല്ല അറിവുകൾ ശേഖരിക്കുകയും അതേസമയം ആ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിനുമുള്ള ഒരു സമയമായിരിക്കും ഈ സമയം. നിങ്ങളിൽ നല്ല ഒരു മെച്യൂരിറ്റി വരികയും നല്ല എല്ലാ കഴിവുകളും മീൻസ് എല്ലാ നോളജുകളും നിങ്ങൾക്ക് കിട്ടുന്നതിനുമുള്ള സമയം. ഈ സമയം നിങ്ങൾക്ക് സമൂഹത്തിൽ പേരും പെരുമയും പ്രശസ്തിയും എല്ലാം കിട്ടുന്ന ഒരു സമയമായിരിക്കും. അതിനെ നിങ്ങൾ എൻജോയ് ചെയ്യുക. 2028 മുതൽ 2029 വരെ വ്യാഴം 2ാമത്തെ ഹൗസിലായിരിക്കും, മെയ്. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂട്ടുന്നതിനും കുടുംബ ബന്ധം ദൃഢമാക്കുന്നതിനും ഒന്നും കൂടെ കുടുംബത്തിൽ സന്തോഷവും സൗഭാഗ്യങ്ങളും എല്ലാം കിട്ടുന്നതിനുള്ള ഒരു സമയമായിരിക്കും. ഈ സമയം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ സംസാര രീതിയൊക്കെ നല്ല രീതിയിൽ വരുന്നതായിരിക്കും.
അതുകൊണ്ട് ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഇനിയും ശനിയുടെ ഗോചരത്തെപ്പറ്റി പറയാം. ശനിദേവ് 8ാം ഭാവത്തിൽ മാർച്ച് 2025 മുതൽ ഫെബ്രുവരി 2028 വരെ നിങ്ങൾക്ക് അഷ്ടമശനി കാലം. നിങ്ങളുടെ ജാതകം എടുത്തൊന്ന് പരിശോധിക്കുക. ശനിയുടെ സ്ഥിതി എവിടെയാണെന്ന് നിങ്ങൾ തീർച്ചയായും എല്ലാവരും പരിശോധിക്കേണ്ടതുണ്ട്. ശനിയുടെ സ്ഥിതി നീചനാണോ അതോ ഉച്ചസ്ഥിതിയിൽ ആണോ എന്ന്. നീചസ്ഥിതിയിലെ ശനി കഷ്ടതകൾ, രോഗങ്ങൾ, കുടുംബത്തിൽ എല്ലാ കഷ്ടങ്ങളും തരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ ശനി നല്ല സ്ഥിതിയിൽ, ഉച്ചസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യും, പക്ഷേ അതിലൂടെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ വരും. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലുള്ള റിസൾട്ട് വരാത്തത്. നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി നീചനാണോ ഉച്ചസ്ഥിതിയിലാണോ എന്ന് നിങ്ങൾ എല്ലാവരും നോക്കേണ്ടതുണ്ട്. ശനി നീചസ്ഥിതിയിലാണെങ്കിൽ ശനിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഉപായങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ കഷ്ടതകൾ കൂടി വരും. ശനി ഉച്ചസ്ഥിതിയിൽ ഉള്ളവർക്ക് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളെ ഉയർന്ന സ്ഥിതിയിൽ എത്തിക്കുകയും ചെയ്യും. അതാണ് ശനി. ശനിയുടെ ദൃഷ്ടി 10ാം ഹൗസിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനപരിവർത്തനം തീർച്ചയായും കൊണ്ടുവരും. അത് നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള പരിവർത്തനമായിരിക്കും. ഈ സ്വയം പരിവർത്തനം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും നല്ല ഒരു വിജയം തന്നെയായിരിക്കും കൊണ്ടുവരിക. കഠിനാധ്വാനം ചെയ്യുകയും വേണം. ശനി വരുമ്പോൾ നിങ്ങളെക്കൊണ്ട് വെറുതെ ഇരുത്തിക്കത്തില്ല, കഠിനാധ്വാനം ചെയ്യിപ്പിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നവർക്ക് നല്ല അതിൻ്റെ റിസൾട്ടും കിട്ടും. പക്ഷേ അലസതയോടുകൂടി മടി പിടിച്ച് ഇരിക്കുന്നവർക്ക് ശനി അവരെ കഷ്ടപ്പെടുത്തുകയും ചെയ്യും. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ശനിദശയാണെങ്കിൽ നിങ്ങളുടെ മടിയെല്ലാം വിട്ട് കഠിനാധ്വാനം ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ശനിദേവ് ഏറ്റവും പ്രായം കൂടിയ ഒരു ഗ്രഹമാണ്. നിങ്ങളെക്കൊണ്ട് ചുമ്മാതെ നിങ്ങളെ മടി പിടിപ്പിച്ച് ഇരുത്താനായിട്ട് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കഠിനാധ്വാനം കണ്ട് ശനിദേവ് നിങ്ങൾക്ക് തീർച്ചയായും ആശീർവാദം തരികയും ചെയ്യും. ഫെബ്രുവരി 2028 മുതൽ 2030 വരെ ശനിദേവ് 9ാമത്തെ ഹൗസിലായിരിക്കും. ഈ സമയം നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. ചില പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ്. അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ചെറിയ പോറലുകൾ വരുന്നതിനുള്ള സമയം. ഈ സമയം നിങ്ങൾക്ക് പ്രോപ്പർട്ടി, വാഹനം, വീട് ഇതിൻ്റെയൊക്കെ ഒരു സുഖം കിട്ടുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തു ചെയ്താലും പ്രോപ്പർട്ടി ഡീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യുക. അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധിച്ച് ഡീലിങ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഡീലിങ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് മാത്രം ചെയ്യാൻ നോക്കുക. രാഹു മെയ് 2025 മുതൽ ഡിസംബർ 2026 വരെ നിങ്ങളുടെ 7ാം ഹൗസിൽ. രാഹു ചലാക്കിൻ്റെ, ചതുരതയുടെ, പാർട്ട്ണർഷിപ്പിൻ്റെ, ഡെയിലി ഇൻകത്തിൻ്റെ, യാത്രകളുടെ, അങ്ങനെ നിങ്ങളെ തിരക്കിലാക്കുന്ന ഒരു ആക്റ്റീവായിരിക്കുന്ന സമയമായിരിക്കും ഇത്. ഈ സമയം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ്. എന്താണെന്നാൽ കലിയുഗ രാജാവായ രാഹു നിങ്ങളുടെ 7ാമത്തെ ഹൗസിൽ. മിസ്അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതിനുള്ള ഒരു സമയം ആണ് ഇത്. അത് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. ഡിസംബർ 2026 മുതൽ ജൂൺ 2028 വരെ രാഹു 6ാമത്തെ ഹൗസിൽ വരുന്നു. ഈ സമയം നിങ്ങളുടെ വരുമാനം വർദ്ധിക്കും. വിദേശത്ത് നിന്നും വരുമാനം കിട്ടുന്നതിനുള്ള സാധ്യത, നിങ്ങൾക്ക് എല്ലാ അച്ചീവ്മെൻറ്റ്സും കിട്ടുന്ന സാമ്പത്തിക സമയം. കോമ്പറ്റീഷൻ വിജയങ്ങൾ, നിങ്ങൾക്ക് ഏതെങ്കിലും കോമ്പറ്റീഷനിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ നിന്നും വിജയം തീർച്ചയായും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 6ാം ഭാവത്തെ രാഹു വളരെ പോസിറ്റീവ് റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ശത്രുക്കൾ പോലും തനിയെ വിട്ടുപോകുന്ന ഒരു സമയം. കടം, രോഗം, കോർട്ട് കേസിൽ എല്ലായിടത്തും വിജയം കൊണ്ടുവരുന്ന ഒരു സമയമായിരിക്കും ഈ സമയം.
ഈ സമയം നിങ്ങളുടെ കേതുവോ 12-ാം ഭാവത്തിൽ. 12-ാം ഭാവം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയുടെ തിരക്കിട്ട ജീവിതത്തിൽ നിന്നും ഒരു മുക്തിക്ക് വേണ്ടിയുള്ള ഒരു തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യത. മോഹമായയുടെ ലോകത്ത് നിന്നും ഒരു മുക്തി നിങ്ങൾ ചിന്തിച്ചേക്കാം. നല്ല പോസിറ്റീവായി ഇരിക്കുക, എല്ലാം പ്രാക്ടിക്കലായി ചെയ്യുക. എവിടെയെല്ലാം കേതു ഉണ്ടോ, കേതു നിങ്ങളെക്കൊണ്ട് സ്പിരിച്വൽ യാത്ര തീർച്ചയായും ചെയ്യിപ്പിക്കും. ഈ വലിയ ഗ്രഹങ്ങളുടെ മഹത്വായ പരിവർത്തനമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാഴ്ചവെച്ചത്. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: ഡെയിലി സൂര്യൻ്റെയും ശനിയുടെയും ബീജമന്ത്രം ജപിക്കുക. നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ട് അത് നിങ്ങൾ തീർച്ചയായും ജപിക്കുക. ശനിയുടെ ബീജമന്ത്രം ജപിക്കുമ്പോൾ സൂര്യ അസ്തമനത്തിന് ശേഷം നിങ്ങൾ ജപിക്കാൻ നോക്കുക, അതാണ് ബെറ്റർ. പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക. ഉദിച്ചു വരുന്ന സൂര്യന് രാവിലെ നിങ്ങൾ ജലാർപ്പണം ചെയ്യുക. ഇന്നത്തെ വാസ്തു ടിപ്പ്: മിറർ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ വടക്കോ കിഴക്കോ ഭിത്തിയിൽ വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ മിറർ വെക്കുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, മിററിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കിളോ അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പിലോ ആയിരിക്കുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. മിറർ വെക്കാൻ പാടില്ലാത്തത് നിങ്ങളുടെ മെയിൻ എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റ് അകത്ത് വെക്കുന്നത് പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ബെഡിൽ റിഫ്ലക്ഷൻ കിട്ടുന്ന വിധത്തിൽ മിറർ വെക്കാതിരിക്കുക. പിന്നെ ചെയ്യേണ്ടത് പൊട്ടിയതും ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഇതുമായിട്ടുള്ള മിറർ അവോയ്ഡ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഡൈനിങ് റൂമിൽ നിങ്ങൾക്ക് മിറർ വെക്കാവുന്നതാണ്, അതുപോലെ തന്നെ ലിവിങ് റൂമിലും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. വെക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ സൗത്തിലോ വെസ്റ്റിലോ നിങ്ങൾ മിറർ അവോയ്ഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോണ്ട് ക്ഷമിക്കുക. എന്നു വെച്ചാൽ എല്ലാ കാര്യങ്ങളും പറയണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവ്വം രാധാകൃഷ്ണ അർപ്പണമസ്തു.